അപ്പോൾ ബ്രൊക്കോളി സൂപ്പ് ഉണ്ടാക്കാൻ ഞാനിവിടെ 1/4 കിലോ ബ്രൊക്കോളി എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 4-5 എടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഓണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ. പിന്നെ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് പാലിൽ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1 സ്പൂണോളം കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൊക്കോളി ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രൊക്കോളിയുടെ തണ്ടൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം നമുക്കിതിലെടുക്കാം. ബ്രൊക്കോളി സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എല്ലാം നമുക്ക് എല്ലാ പാർട്സും എടുക്കുന്നുണ്ട്. ഇല ഇടയ്ക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നല്ലോണം കുറച്ച് വലുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എന്തായാലും കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അതായാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാം തണ്ടടക്കം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ബ്രൊക്കോളിയുടെ കുറച്ച് പീസ് ഞാൻ ബട്ടറിലിട്ട് വഴറ്റാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബ്രൊക്കോളിക്ക് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബ്രൊക്കോളി എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോളിഫ്ലവറിന് ചെയ്യാറില്ല, അതേ സെയിം പ്രോസസ്സ് തന്നെ. എന്നിട്ട് ഞാനത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് വഴറ്റാൻ പോണത്. എന്നിട്ടാണ് നമ്മളിത് സൂപ്പാക്കി എടുക്കുന്നത്. ബട്ടറിന് ചൂടാൻ ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും സവോളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ടെടുക്കാം. നമ്മൾ ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടെടുത്താൽ മതി. കാരണം ബ്രൊക്കോളി നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴതിന് ശേഷം മാത്രം അത് ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സവോളയൊക്കെ 2 മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ബ്രൊക്കോളിയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രൊക്കോളി ഇവിടെ 1/4 കിലോ എടുത്തത് മുഴുവൻ തണ്ടോട് കൂടി തന്നെ ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രൊക്കോളിയുടെ ക്വാണ്ടിറ്റി ഇത്തിരി അങ്ങോട്ട് കൂടുതൽ കുറഞ്ഞൊരു കുഴപ്പമില്ല. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം കുക്കറിൽ. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ അധികം ഒഴിക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതൊന്ന് വെവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് പേസ്റ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2-3 വിസിൽ കളയാം. അപ്പോൾ അതൊന്ന് കുക്കാവുന്ന സമയം ഞാൻ ഇവിടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ബ്രൊക്കോളി ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അവസാനം സൂപ്പ് റെഡി ആയ ശേഷം ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബ്രൊക്കോളി സൂപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കുക്കറിലിട്ട് നല്ലോണം ചൂടാറി 3 വിസിൽ കഴിഞ്ഞ് ചൂടാറിയ ശേഷമാണ് ഞാൻ മിക്സിയിലിട്ട് എടുക്കുന്നത്. പിന്നെ വെള്ളം കുറേ ഉണ്ടെങ്കിൽ ആ മുഴുവൻ വെള്ളം ഇട്ട് അരയ്ക്കേണ്ട കുറച്ച് വെള്ളം ഇട്ടിട്ട് അരച്ചാൽ മതി. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ. ഇതാ ഞാനിപ്പോൾ നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒന്ന് നല്ല സോഫ്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ഞാൻ അരിക്കണത്. ഇത് ഓപ്ഷൻ ഇങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഞാനൊരു സോസ് പാനിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ആ സൂപ്പ് അധികം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിയും. ബട്ടർ കരിയാൻ പാടില്ല. ഇത് നമുക്ക് അധികം അപ്പം തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലും കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട കാരണം ഓൾറെഡി കൊഴുപ്പുണ്ടാവും. പക്ഷെ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും നല്ല തിക്നെസ്സോട് കൂടി കിട്ടും. അപ്പോൾ ഇതില്ലെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി, രണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉരുളക്കിഴങ്ങ് തന്നെ മതി. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ തിളച്ച് ഇപ്പം തന്നെ ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു 1/4 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിളവന്ന് കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, ഈ ഒരു പാകമാവണം, അതന്നെ കറക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എരിവ് എന്തോരം വേണം നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ എരിവിന് വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല എരിവ് വേണ്ടത് കുറച്ച് അധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ബട്ടറിലൊന്ന് ജസ്റ്റ് വാട്ടിയിട്ടിരുന്ന ബ്രൊക്കോളിയുടെ പീസ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതൊന്ന് ആഡ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിന് ബ്രൊക്കോളി സൂപ്പിലൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ ബ്രൊക്കോളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു സൂപ്പാണ്. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അധികം എരിവൊന്നും വേണ്ട. അതേപോലെ ഈ പീസസ് ഒന്നും ചിലപ്പോൾ കുട്ടികൾക്ക് കടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതില്ലാതെ ചെയ്ത് കൊടുക്കാം. എങ്ങനെയായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. നിങ്ങളിതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെഷർമെൻറ്റിൽ ഇത്തിരി അങ്ങോട്ട് മാറ്റങ്ങളൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.